ഇങ്ങനെ ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയം നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന സ്ഥലത്താണത്. ഹലോ, കാണാനുണ്ട്. ഇപ്രാവശ്യം ചെയ്തിട്ട് വേണം മറ്റേ സെക്ഷനിലോട്ട് പോവാൻ. തിരിച്ച് റീഎൻട്രി ഇങ്ങോട്ടില്ല. മാസ്ക് ഇട്ടോളെ കേട്ടാ. അപ്പൊ നമ്മളിവിടെ കാരണൊരു മീൻ കൊത്തപ്പോ നല്ല കിക്കില് അവിടേക്ക് ചിരിച്ചിട്ട് പോയി ആൾക്കാതെ കുമ്പള മീൻ. അപ്പൊ ആൾക്കാകുമ്പോ നമുക്ക് മീനുകൾക്ക് പേടിയാവും. അപ്പൊ നമ്മളെടുത്ത് വരാൻ ആൾക്കാതെ നമുക്ക് നല്ല കടലിലുണ്ടാകുന്ന മീനുകളാണ് കൊഞ്ചി, വലിയ കൊഞ്ചി. പിന്നെ കാണപ്പെടാത്ത നമ്മൾ കടലിൻ്റെ അടിത്തട്ടിലുണ്ടാകുന്ന മീനുകളാണ് ഇതൊക്കെ. കണ്ടു ഞങ്ങൾ എല്ലാ അക്വേറിയത്തിലാക്കി വെച്ചാണ്. അടിപൊളിയാട്ടോ. ഒരുപാട് കൊഞ്ചുകളുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ. അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മൾ കയ്യിലിട്ട് പോകണം. ഉള്ളിലൊക്കെ കണ്ടില്ലെങ്കിൽ കൊഞ്ചി ഇതിനുള്ളിൽ ഒരു പുറ്റാണിത്. കടലിലുണ്ടാകുന്ന ഒരു പുറ്റാണ്. അതിലുണ്ടാകുന്ന ഓരോരോ സാധനങ്ങളാണ്. കടലിൽ നിന്ന് കാണാത്ത എല്ലാവിധ ഐറ്റംസും മീനുകളും ഇതിലുണ്ട്. ഒരു തരം തെരണ്ടിയാണ്. ഒരു തരം തെരണ്ടിയാണ്. അടിപൊളിയല്ല? അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദുബായിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്ത്യയിൽ എവിടെയും ഞാൻ കണ്ടില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. നമ്മളെ കൊച്ചു കേരളത്തിൽ പഞ്ചവടി ബീച്ചിൻ്റെ എഴുത്താണ് ഈ സംഭവം. അക്വേറിയം എന്നുള്ള സ്ഥലമാണ്. കടലിലെ എല്ലാ ഐറ്റം ഫിഷുകളും നമ്മൾ കാണപ്പെടാത്ത എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ വന്ന് നോക്കി. നല്ല രസമുള്ള ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു സംഭവമാണ്. ഇതാണ് ഇത്തരം ഗ്ലാസ്സുകൾ വെച്ചൊരു റൂട്ടാണ്. നല്ല അടിപൊളിയാണ് കാണാൻ. ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ വന്ന് കാണാൻ നല്ല രസമാണ്. ഇഷ്ടപ്പെട്ടാൽ പിന്നെ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട. ആളിതാ ക്ലീൻ ചെയ്ത് കണ്ടില്ല. ഞാൻ ആളിപ്പോ ഇങ്ങോട്ട് വരും. ആളെങ്ങോട്ട് വന്നൂടി. അതിന്റെ വീഴ്ച കാട്ടി അപ്പം ഗൈസ്, നിങ്ങൾക്ക് ഇത് ചാടി കുളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ കഴിയൂലല്ലോ. മീനെല്ലാം കൂടി എന്നെ കുറച്ച് തിന്നു. ഗോൾഡൻ ഫിഷ് ഉണ്ട്. കണ്ണിലെ ഫിഷുകളൊക്കെ കപ്പൻ ഫിഷും ബ്ലാക്കും പിന്നെ വൈറ്റും ഫിഷ്. അപ്പൊ ഇന്നങ്ങാടി വരുമ്പോഴുള്ള വലിയ ഷാർക്കൊക്കെ ഉണ്ട്. അതിന്റെ കുട്ടിയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ വലിയ ഷാർക്കൊന്നുമില്ല. നമുക്ക് നല്ല അത് കാണാം. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ. നല്ല രസമുണ്ട്. ഇത് ഫ്രീ ആയിട്ടാണ് കേട്ടോ. കൈമൊക്കെ തീറ്റ തരുക. ഇങ്ങനെ ഫിഷ് കാച്ചിങ് ആണ് കുട്ടികൾക്കുള്ള. ഒരാൾക്ക് 20 രൂപ കേട്ടാ. ജോഡിക്ക് 40. ഈ സംരംഭം എങ്ങനെയാണ് പദ്ധതി? ഇത് 42 പ്രവാസി കൂട്ടായ്മയാണ്. 42 പ്രവാസി കൂട്ടായ്മ. എല്ലാവരും കൂടി ഷെയർ ചെയ്ത് 42-ലും കൂടുതലുണ്ട് ആൾക്കാർ തന്നെ. പിന്നെ ഇതിപ്പോൾ എത്രയായി തുടങ്ങിയിട്ട്? ഒരു വർഷമായില്ലേ? കുറേ ആൾക്കാരുണ്ട് ഇതിൽ. കുറേ ആൾക്കാർ ഉണ്ട് ഇതിൽ. തന്നെ. പല മേഖലയിലുള്ള ആൾക്കാരുണ്ട്.